സ്പെയിൻ വീണ്ടും ഇസ്ലാമികവൽക്കരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള അഭയാർത്ഥി പ്രവാഹമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മൊറോക്കോയിൽ നിന്ന് സ്പെയിൻ രാജ്യത്തിലേക്ക് നടക്കുന്നത്. ലോകാടിസ്ഥാനത്തിൽ വലിയ തരത്തിൽ ഇപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മൊറോക്കോ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ്. സ്പെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആയിരുന്നു. ഇപ്പോൾ അവിടെ 4 മുതൽ 5% മാത്രമാണ് മുസ്ലിങ്ങളുള്ളത്. എന്നാൽ മൊറോക്കോയിൽ 99% സുന്നി മുസ്ലിങ്ങളാണ്. ഈ മേഖലയിൽ നിന്ന് സ്പെയിനിലേക്ക് സാധാരണഗതിയിൽ ചെറിയ തരത്തിലുള്ള അഭയാർത്ഥി പ്രവാഹങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും മറ്റും അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന നിലയ്ക്ക്, അഥവാ മൊറോക്കോ ആഫ്രിക്കൻ രാജ്യമാണ്, സ്പെയിൻ യൂറോപ്യൻ രാജ്യമാണ്. സാമ്പത്തികമായ രീതിയിൽ വലിയ മുന്നേറ്റമുള്ള രാജ്യമാണ് സ്പെയിൻ എന്നതിനാൽ മൊറോക്കോ എന്ന് പറയുന്ന ഒരു കാർഷിക മേഖലയുള്ള രാജ്യങ്ങളിൽ നിന്ന് സാമ്പത്തികമായിരിക്കുന്ന പുരോഗതിക്ക് വേണ്ടി അല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സ്പെയിനിലേക്ക് യാത്ര ചെയ്യുക അല്ലെങ്കിൽ അഭയാർത്ഥി പ്രവാഹം നടത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അഭയാർത്ഥി പ്രവാഹമാണ് എന്നതിനാൽ ലോകത്താകമാനം ഇതൊരു ആശങ്ക ജനിപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം 14 കിലോമീറ്റർ നീളമുള്ള ജിബ്രാൾട്ടർ കടലിടുക്കാണ് മൊറോക്കോയെയും സ്പെയിനിനെയും വേർതിരിക്കുന്നത്. ഈ കടലിടുക്കിലൂടെ ബോട്ടിലൂടെയും അല്ലാതെയും നീന്തി അക്കരെ എത്താൻ ശ്രമിച്ചു എന്ന് പോലും പറയുന്നുണ്ട്. അപ്പോൾ അഭയാർത്ഥികൾക്ക് അഭയം നൽകുക എന്നുള്ളത് സാധാരണഗതിയിൽ സ്പെയിൻ ചെയ്യാറുള്ള പ്രവൃത്തിയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി 5 ലക്ഷം ആളുകൾക്കെങ്കിലും അവർ അഭയാർത്ഥികൾക്ക് സംരക്ഷണം നൽകി, സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നൽകി, തൊഴിൽ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതിനാൽ അതിനോടനുബന്ധിച്ചാണ് ഈ തുടർ യാത്ര എന്നും പറയുന്നു. സ്പെയിൻ വീണ്ടും ഇസ്ലാമവൽക്കരിക്കുന്നുണ്ടോ എന്ന ചോദ്യമൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ വളരെ പ്രസക്തമാണ്. ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും വൻ കുടിയേറ്റം ഈ മേഖലയിലേക്ക് സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. വ്യാഴാഴ്ച കഴിഞ്ഞ ദിവസം ഒറ്റ ദിവസം തന്നെ ഏകദേശം 60,000 മുതൽ 65,000 പേരെങ്കിലും മൊറോക്കോയിൽ നിന്നും അൾജീരിയയിൽ നിന്നും സ്പെയിനിലെത്തി എന്നാണ് അനുമാനം. അത് കടൽ കടന്നും കരമാർഗവും പല വഴികൾ ഉപയോഗിച്ചുകൊണ്ട് എത്തപ്പെട്ടിട്ടുണ്ട്. അതേക്കുറിച്ചുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും അജ്ഞാതമാണ് എന്നുള്ളതാണ്. ആഭ്യന്തര കലാപങ്ങൾ, രാഷ്ട്രീയ സംഘർഷങ്ങൾ, പ്രകൃതി ദുരന്തം, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ രാജ്യത്തിൽ നിന്ന് മറ്റു രാജ്യത്തിലേക്ക് കുടിയേറുക എന്നുള്ളത് സ്വാഭാവികപരമായിട്ടുണ്ടാകുന്നതാണ്. ഇപ്പം നിലവിൽ അത്തരം സാഹചര്യങ്ങളൊന്നും ഈ രാജ്യങ്ങൾ തമ്മിൽ ഇല്ല എന്നതിനാൽ ഇത് വല്ലാത്ത രീതിയിൽ പ്രയാസം സൃഷ്ടിക്കുന്നു. മൊറോക്കോ സ്പെയിൻ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. എന്നാൽ ചെറിയൊരു ഭാഗം മൊറോക്കോയുടെയും ഈ സ്പെയിനിൻ്റേതും അല്ലാത്തതും ഏറെക്കുറെ മൊറോക്കോ അവകാശം പറയുന്ന ഒരു പ്രദേശമുണ്ട്. ഈ മേഖലയിലേക്കാണ് ആദ്യ ഘട്ടത്തിലെത്തുക. പിന്നീട് ഈ സ്പെയിനിലേക്ക് പോവുകയാണ് സാധാരണഗതിയിൽ പതിവ്. കടൽ വഴി നീന്തി എത്തുന്നുണ്ട് എന്ന് പറയുന്നു. മൊറോക്കോയിൽ 99% മുസ്ലിങ്ങളാണ്, 1% അതിനോടനുബന്ധിച്ച് മാത്രമേ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഉള്ളൂ. അൾജീരിയയിലും ഏറെക്കുറെ 99% മുസ്ലിങ്ങളാണ്. ഇവിടെയും സമാനമായ സ്ഥിതിയാണ്. ജൂത വിഭാഗങ്ങളൊക്കെ വളരെ കുറവ് മാത്രമാണ്, 1%-ന് താഴെ. ഈ ഡ്യൂട്ട എന്ന് പറയുന്ന തീരത്തേക്കാണ് ഇവർ ആദ്യം എത്തുന്നത് എന്ന് പറയുന്നു. ഇവർന്ന് ചാടിയിട്ട് സ്പെയിനിലെത്തുന്നു എന്ന് പറഞ്ഞു. ഡ്യൂട്ട എന്ന തീരത്തേക്ക് അതൊരു പ്രവിശ്യയാണ്. ആ പ്രവിശ്യയിൽ ഏറെക്കുറെ 75,000 മുതൽ 80,000 ആളുകളാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഈ 60,000 ആളുകൾ എത്തുക എന്ന് പറയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സുരക്ഷാ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങൾ നിലനിൽക്കുന്നു. ഈ സാഹസിക യാത്രക്കിടയിൽ 57 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപ് തന്നെ തിരിഞ്ഞ് രാജ്യത്തേക്ക് തന്നെ മടങ്ങിയവരുമടക്കം ഏറെക്കുറെ 57ഓളം ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അനുമാനിക്കുന്നത്. സർക്കാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ, വലിയ രീതിയിലുള്ള ഈ അന്വേഷണ കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം. മാലി, സെനഗൽ, ഗിനിയ, സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പല ഘട്ടങ്ങളിലായിട്ട് ഈ മേഖലയിലേക്ക് ആളുകൾ എത്താറുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ മൊറോക്കോയിലെത്തി അവിടെ നിന്ന് സ്പെയിനിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് അനുമാനിക്കുന്നത്. മൊറോക്കോ 3.8 കോടി ജനങ്ങളാണുള്ളത്. ഭാഷ അറബിയാണ് മൊറോക്കോയുടേത്. മറ്റ് പ്രാദേശിക ഭാഷകൾ അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്.
സ്പെയിനിൽ 4.9 കോടി ജനങ്ങളാണ്. മൊത്തത്തിൽ ജനസംഖ്യ കുറവുള്ള രാജ്യങ്ങളാണ് ഈ ഭാഗങ്ങളെല്ലാം. ക്രിസ്ത്യാനികൾ സ്പെയിനിൽ നിലവിൽ 55% മുതൽ 60% വരെയും മുസ്ലിങ്ങൾ 4 മുതൽ 5% വരെയുമാണ്. മതാടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ഈ മതമില്ലാത്തവർ ഏകദേശം 35 മുതൽ 40% വരെ ഉണ്ട് എന്നാണ് അനുമാനം. യഹൂദർ 1%, ജൂതന്മാർ 1%. ജനസംഖ്യാനുപാതികമായ രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറെക്കുറെ ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥാ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ വിഷയം എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് ഈ ജനങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാര്യം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത്രയുമേറെ ജനങ്ങൾ അഭയാർത്ഥികളായിട്ട് ഒരു രാജ്യത്തിൽ നിന്ന് ഒരു രാജ്യത്തിലേക്ക് വരാനുണ്ടായിരിക്കുന്ന കാരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ചില ഈ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് ഇന്ത്യയിലുണ്ടായിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം പോലെ ക്രോക്കോ ജനതാ പാർട്ടി CJP ഉണ്ടായല്ലോ, സമാനമായിരിക്കുന്ന ചില സംഘടനകൾ ഈ വാട്സപ്പ് പോലെയുള്ള സംവിധാനം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്നോ മറ്റോ വരുത്തി തീർത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയൊരു അഭയാർത്ഥി പ്രവാഹമുണ്ടായത് എന്ന് അനുമാനിക്കുന്നു. മറ്റ് ചില റിപ്പോർട്ടിൽ പറയുന്നത് മറ്റ് രാജ്യത്തേക്ക് എത്തുന്നതോട് കൂടിയിട്ട് അവിടെ വിശാലമായിരിക്കുന്ന ഒരു രാജ്യം സൃഷ്ടിക്കപ്പെടുകയാണ് എന്നും അതിനോടനുബന്ധിച്ച് തന്നെ പറയുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായിരിക്കുന്ന കാര്യം, നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി പങ്കിടുന്നത് ഒന്ന് പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാൻ അതിർത്തിയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ആ രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് ഒരാൾക്ക് പോകണമെങ്കിൽ വളരെ കൃത്യമായിരിക്കുന്ന വിസ കിട്ടണം, ആ വിസക്ക് പെർമിഷൻ കിട്ടണം, അതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്നൊരാൾക്ക് പാകിസ്ഥാനിലേക്കോ പാകിസ്ഥാനിലൊരു പൗരന് ഇന്ത്യയിലേക്കോ വരാൻ വേണ്ടിയിട്ട് വിസാ ചട്ടത്തിലൊക്കെ ഭയങ്കരമായ കർക്കശങ്ങളുണ്ട്. രണ്ട് രാജ്യവും തമ്മിലുള്ള ബന്ധങ്ങൾ അങ്ങനെയാണ് എന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ പല രാജ്യങ്ങളിലും യഥാർത്ഥത്തിൽ അതിർത്തി വരമ്പുകൾ പോലുമില്ല. അതുകൊണ്ട് തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളും അങ്ങനെയാണ്, പല മുസ്ലിം രാജ്യങ്ങളും അങ്ങനെയൊക്കെയാണ്. അതിർത്തി പോലും കൃത്യമായി ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോവുക വരിക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഏതെങ്കിലും സമയത്ത് ഈ പരിശോധനകളൊക്കെ വരുന്ന സമയത്ത് മാത്രമേ അതുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാവും. അവിടെയൊക്കെ മാനുഷികമായിരിക്കുന്ന പരിഗണന ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്നത് നമ്മൾ പറഞ്ഞു കർക്കശമാണ് നിയമ വ്യവസ്ഥകളൊക്കെ. നേരെ മറിച്ച് നമ്മൾക്ക് നേപ്പാളിലേക്കാണ് പോകുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ വിസയുടെ ആവശ്യമില്ല, പാസ്പോർട്ട് പോലും ആവശ്യമില്ല. അപൂർവമായിട്ടേ പാസ്പോർട്ട് പോലും ചോദിക്കും. അപ്പോൾ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിൻ്റെ സ്വാതന്ത്ര്യം പോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ വേണ്ടി പറ്റും. അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ബംഗ്ലാദേശിലേക്ക് പോവുകയാണെങ്കിലും ശ്രീലങ്കയിലേക്ക് പോവുകയാണെങ്കിലും തീർച്ചയായിട്ടും വിസ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് ആവശ്യമുണ്ട്. നേപ്പാളിലേക്ക് അത് ആവശ്യമില്ല എന്ന് ചുരുക്കം. ഇതിന് സമാനമായ രീതിയിലുള്ള ബന്ധങ്ങൾ പല രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാവാറുണ്ട്. ആ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ പല ഇടപെടലുകളും നടത്തുന്നത് അതിന് സമാനമായിരിക്കുന്ന രീതിയാണിത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന സമയത്ത് ജനസംഖ്യാനുപാതികമായിട്ട് ആളുകൾ കുറയുമ്പോൾ, പ്രത്യേകിച്ച് സ്പെയിനിലൊക്കെ ജനസംഖ്യ കുറവാണ്, വിശാലമാക്കപ്പെട്ട രാജ്യമായ സമയത്ത് അഭയാർത്ഥികൾ വരുമ്പോൾ അവർക്ക് പൗരത്വം നൽകുന്നതും തൊഴിൽ നൽകുന്നതും മാനുഷികപരമായിരിക്കുന്ന പരിഗണന നൽകുന്നതും സ്വാഭാവികമാണ്. വേഗം ഇവിടുന്ന് വന്ന രാജ്യത്തേക്ക് തിരിച്ചയക്കുന്നതിനപ്പുറം അവരുടെ വിഷയകാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇപ്പോഴത്തെ പെട്ടെന്നുള്ള ഈ അഭയാർത്ഥി പ്രവാഹം, അതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ ഒരു കൃത്യമായ രീതിയിൽ തന്നെ പഠിക്കാനുണ്ട്. ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്നു. കാരണം ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് ജനങ്ങൾ കൂട്ടത്തോടു കൂടി മറ്റു രാജ്യത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല, വളരെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. സുഡാനിൽ ആഭ്യന്തര കുഴപ്പം ഉണ്ടായ സമയത്ത്, അഫ്ഗാനിസ്ഥാനിൽ ആഭ്യന്തര കുഴപ്പം ഉണ്ടായ സമയത്തൊക്കെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഒരുപാട് പേർ പോയിട്ടുണ്ട്, തിരിച്ചു വരാത്തവരുണ്ട്. ഇനി നമ്മൾ പാലസ്തീൻ്റെ വിഷയം പറയുകയാണെങ്കിൽ പാലസ്തീനിലെ മൊത്തമുള്ള ജനസംഖ്യയിൽ നല്ലൊരു ശതമാനം വ്യത്യസ്ത ലോക രാജ്യങ്ങളിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അത് പൗരത്വമുള്ളവരും പൗരത്വമില്ലാതെ അഭയാർത്ഥികളായിട്ടും പല രീതിയിലും പല രൂപത്തിലുമാണ്. അപ്പോൾ അവിടെയുള്ള ജനസംഖ്യയെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഏറെക്കുറെ ഒരു 65% പാലസ്തീനികളും ചിതറപ്പെട്ടു പോയിട്ടുണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിൽ. അപ്പോൾ സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, UAE പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ അവർക്ക് പൗരത്വം നൽകിയിട്ടുണ്ട്.
അവിടുത്തെ സഹോദരിമാരെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട്, അവരുടെ പൗരത്വമുള്ളവരെ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് അവിടുത്തെ പൗരത്വം ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്നവർ ഇഷ്ടം പോലെ പലസ്തീനികളുണ്ട്. എന്താ വിഷയം? എല്ലാ കാലത്തും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷാവസ്ഥ ഉണ്ടാകുന്നു, അവിടെ അഭയാർത്ഥി വിഷയങ്ങൾ ഉണ്ടാകുന്നു, നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഭാഗത്ത് മാത്രമല്ല, ഈ ശ്രീലങ്കയിൽ മുൻപ് തമിഴ് പുലികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായ സമയത്ത് അഭയാർത്ഥികളായിട്ട് ശ്രീലങ്കക്കാർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ രാജ്യത്തിൻ്റെ അകത്ത് നിലനിൽക്കാൻ പറ്റാത്ത വിധം വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് ജീവൻ കൊണ്ട് മറ്റ് രാജ്യത്തേക്ക് അഭയം തേടി പോവുക എന്നത് സ്വാഭാവികമായിട്ട് ലോകത്ത് മുഴുവൻ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ സ്പെയിനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അങ്ങനെ നിസ്സാരമായിട്ട് കാണുന്നില്ല. അതിൻ്റേതായിരിക്കുന്ന ഗൗരവകരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. അപ്പോൾ മൊറോക്കോയിൽ നിന്ന് സ്പെയിനിലേക്കുള്ള യാത്രയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വളരെ ഗൗരവത്തിൽ തന്നെ പരിശോധിച്ച് വരികയാണ്. ഇവിടെ വലിയ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മരണം മാത്രമല്ല ഉണ്ടായത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളും സംഘർഷാവസ്ഥയുണ്ട്. സുരക്ഷ സംബന്ധമായിരിക്കുന്ന സൈനികരെ വരെ നേരിടുന്ന പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇപ്പോൾ പരിശോധിച്ച് വരികയാണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.